ട്രംപിൻ്റെ ഒരു വലിയ വിജയമായിട്ടാണോ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈ ഹമാസ് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചിരിക്കുന്നു 7 പേര്. ഇനി 3 ഘട്ടങ്ങളിലായിട്ടാണ് തുടർന്ന് നടക്കാൻ പോകുന്നത്. ഇത് ഗാസ സമാധാന കരാറിൻ്റെ ഒരു വിജയമാണ്. തീർച്ചയായിട്ടും അത് ഗാസ സമാധാന കരാറിൻ്റെ ആദ്യ വിജയവും ട്രംപിൻ്റെ ഇതുവരെ നടത്തിയ ജൽപ്പനങ്ങളിൽ റിയാലിറ്റിയിലേക്ക് വന്ന ഒരു കാര്യവും ഇതുതന്നെയാണ്. ട്രംപ് പല വാറുകൾ നിർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 7 വാർ ഞാൻ അവസാനിപ്പിച്ചു, 8 വാർ അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സത്യത്തിൽ ട്രംപിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഗാസ ഇസ്രായേൽ വാറാണ്. അതിനകത്ത് ഒരു സീസ് ഫയറിന് അദ്ദേഹത്തിന് കഴിഞ്ഞു. 3ാമത്തെ 2 സീസ് ഫയർ ഇതിനു മുമ്പേ നടന്നു, ഇത് 3ാമത്തെ സീസ് ഫയറാണ്. ഈ സീസ് ഫയറിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഏറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ് 2 വർഷം മുമ്പ് തങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 200ഓളം വരുന്ന തടവുകാരിൽ അവശേഷിക്കുന്ന 20 പേരെയും ബാക്കി മൃതശരീരമെങ്കിൽ മൃതശരീരമായിട്ട് 48 പേരെയും കിട്ടണം, അല്ലെങ്കിൽ ഭൗതിക ശരീരമായിട്ടോ 48 പേരെ കിട്ടണം എന്നുള്ള ഒരു ഡിമാൻഡ്. ആ ഡിമാൻഡിൻ്റെ ആദ്യ ഭാഗം 7 പേരെ വിട്ടിരിക്കുന്നു. അത് വളരെ രഹസ്യമായിട്ട്, ഇതിന് മുമ്പൊക്കെ ആണെങ്കിൽ TV ചാനലുകളുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് ഹമാസ് ബന്ദികളെ വിട്ടുകൊടുത്തിട്ടുള്ളത് ഇതിന് മുമ്പത്തെ 2 പ്രാവശ്യം. പക്ഷേ ഇത്തവണ വളരെ രഹസ്യ സങ്കേതത്തിൽ വെച്ച് അവർ ഈ ആൾക്കാരെ കൈമാറുകയും 7 പേര്, അതിൽ അതീവ ഗുരുതരമായ നിലകളിലുള്ളവരും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചിലരുടെയൊക്കെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയൊക്കെ വളരെ തകർച്ചയിലാണ്. അത്തരത്തിലുള്ള അത്തരം കൂടുതൽ വിഷമത്തിലുള്ള 7 പേരെയാണ് ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നതെന്നാണ് അറിയുന്നത്. ആ 7 പേരെ ഈ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് റെഡ് ക്രോസിന് കൈമാറിയിരിക്കുന്നു. റെഡ് ക്രോസ് അവരുടെ വാഹനത്തിൽ ഇന്നിപ്പോൾ ഗാസ കടന്ന് ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് എത്തിയിരിക്കുന്നു. അപ്പോൾ 7 പേര് ഇസ്രായേലിൽ എത്തിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. 7 തടവുകാരെ അങ്ങനെ മോചിപ്പിച്ചിട്ടുണ്ട്. ഇതിന് സാക്ഷിയാകാൻ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ വിമാനത്തിൽ ഇസ്രായേലിൻ്റെ അന്തരീക്ഷത്തിൽ കൂടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിലെ ജനത ട്രംപിന് സ്വാഗതവും അഭിനന്ദനവും അറിയിച്ചുള്ള പ്ലക്കാർഡുകളും ബാനറും ഒക്കെ ഉയർത്തി അദ്ദേഹത്തെ കൈവീശി കാണിക്കുന്നുമുണ്ട്. അദ്ദേഹം 4 മണിക്കൂർ അവിടെ നിൽക്കുമെന്നാണ് അറിയുന്നത് ഇസ്രായേലിൽ. കാരണം ഇതിനകത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഹമാസ് പൂർണ്ണമായും എന്തുകൊണ്ട് 20 പേരെയും വിട്ടുകൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം അത് ദുരൂഹമായിട്ട് മാറുകയാണെങ്കിലും ഹമാസ് പറയുന്നത് ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വിട്ടുകൊടുക്കാമെന്നാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്താൽ അവസാനം നെതന്യാഹു ബാക്കിയുള്ളവരെ വിട്ടുകൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് ഹമാസും സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. 7 പേരെ വിടുന്നു, അപ്പോൾ അവിടുന്ന് കുറച്ച് പേരെ ഇങ്ങോട്ട് വിടട്ടെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ റെഡ് ക്രോസിൻ്റെ ബാധ്യതയാണ്. 1700ഓളം തടവുകാരെ അങ്ങനെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ബാക്കി 250ഓളം പേരെയും അത് ജീവപര്യന്ത് ഒക്കെ ശിക്ഷിച്ച അതിക്രൂരന്മാരായ ക്രിമിനൽ കേസുകളിലെ ഒരിക്കലും പുറത്തു വിടാൻ പാടില്ലാത്ത കുറേ ആൾക്കാരെയൊക്കെ അവിടുന്ന് വിടേണ്ട അവസ്ഥ ഇസ്രായേലിൽ വന്നിരിക്കുകയാണ്. ഇസ്രായേലിൽ അതിന് പ്രതിഷേധമുണ്ട്. നെതന്യാഹുവിന് അത് അത്ര താല്പര്യമില്ല. പക്ഷേ എന്നാൽ പോലും വിട്ടുകൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞ് ട്രംപ് കണ്ണുരുട്ടുകയാണ്. അപ്പോൾ അവരും സൂക്ഷിച്ചാണ് മുഴുവൻ പേരെയും അങ്ങനെ വിട്ടുകൊടുക്കാൻ നെതന്യാഹുവും തയ്യാറാവില്ല. ഘട്ടം ഘട്ടമായിട്ടേ അവരും വിട്ടുകൊടുക്കുള്ളൂ. നിങ്ങൾ 7 പേരെ വിട്ടെങ്കിൽ അതിന് തക്കത് ഞങ്ങളും വിട്ടുതരും എന്നുള്ള രീതിയിലായിരിക്കും മിക്കവാറും ഇത് മുന്നോട്ട് പോവുക. എന്തായാലും ട്രംപ് പിടിച്ച പിടിയാലെ നിൽക്കുകയാണ് 2 കൂട്ടരും ഇത് കൈമാറിക്കൊള്ളണമെന്ന്. എന്നാൽ ഗാസയിലെ സ്ഥിതി അത്ര ഗുണകരവുമല്ല. ഇപ്പോൾ ഗാസയിൽ 50% ഭാഗത്തേക്കായിട്ട് ഇസ്രായേൽ സേന മാറിയിരിക്കുന്നു. അപ്പോൾ അവരുടെ ഡിഫൻസ് ഫോഴ്സ് മാറിയതോടുകൂടി പഴയ മാളത്തിനകത്തിരുന്ന ഗാസ ഹമാസ് തലവന്മാരെല്ലാം വെളിയിലിറങ്ങിയിട്ടുണ്ട്. ഗുണ്ടകൾ, തലവന്മാരുടെ എല്ലാം തല പോയി, ഇനി അധികവും ഗുണ്ടകളാണുള്ളത്. ആ ഗുണ്ടകളൊക്കെ വെളിയിലിറങ്ങിയിട്ടുണ്ട്. അവർ തോക്കും എടുത്തു വെച്ചിട്ട് അവിടുത്തെ പാവപ്പെട്ട ജനതയെ ഇസ്രായേലിൻ്റെ കൂടെ നിന്ന് സമാധാനത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞു ഒക്കെ കുറേ പേരെ പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും വേദനിപ്പിക്കുകയും ചിലരെയൊക്കെ വധിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പൂർണ്ണ വിവരങ്ങൾ ഇനിയേ അറിയുള്ളൂ. എന്തായാലും ഗാസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇപ്പോഴും സമാധാനമായിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. അതുമാത്രമല്ല, അവരുടെ വീടുകൾ തേടി പോകുന്നു. ആ വീടുകളിലൊന്നും അവരുടെ വീട് അവിടെ ഇല്ല. അപ്പോൾ അവർക്ക് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഷെൽട്ടർ ക്യാമ്പിലുണ്ടായിരുന്ന ഫെസിലിറ്റി പോലും ഇപ്പോൾ അവർക്ക് കിട്ടുന്നില്ല.
ഭക്ഷണം കിട്ടുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഗാസയിൽ നിലനിൽക്കുകയാണ്. മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഒത്തിരി നിലനിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ട്രാൻസ്ഫർ എങ്കിലും നേരെ നടന്നില്ലെങ്കിൽ ഈ പീസ് കീപ്പിങ്ങിൻ്റെ യഥാർത്ഥ ഫലം ഉണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ട്രംപ് ഈ വിമാനത്തിൽ ഇതിൻ്റെ മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ട്, ഇസ്രയേലിൻ്റെ മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ട് ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. 4 മണിക്കൂറോളം അദ്ദേഹം ഇസ്രയേലിൽ ഇരിക്കുന്ന സമയത്തും അദ്ദേഹം നെതന്യാഹുവിനോട് പറയുന്ന ഇതായിരിക്കും: ഞാൻ അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും മുഴുവൻ പേരെയും വിട്ടുതിരിക്കാം, നിങ്ങളുടെ ആളുകളെ, നിങ്ങളുടെ കൈവശമുള്ള ഹമാസ് തീവ്രവാദികളെയൊക്കെ വിട്ടുകൊടുക്കണം എന്നുള്ളതായിരിക്കും അവരും പറയുന്നത്. അങ്ങനെ ഒരു വെടിനിർത്തലിന് ശേഷം കുറച്ച് ശുഭകരമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ട്രാൻസ്ഫർ എങ്ങനെ പൂർണ്ണമായി വരും, ഈ ട്രാൻസ്ഫറിൽ ആരൊക്കെ ഏത് സ്റ്റേജിൽ വെച്ച് പിടിച്ചു വെക്കുകയോ എല്ലാം ചെയ്യുമോ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ മുഴുവൻ ബന്ദികളും സുരക്ഷിതരാണെന്നുള്ളതിന് ഉറപ്പ് തന്നെ 20 പേര് സുരക്ഷിതരാണ്. ബാക്കി ഉള്ളവരുടെ കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതെല്ലാം ഇല്ല എന്നുള്ളതാണ് അറിയുന്നത്. അപ്പം അവരുടെ മൃതശരീരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ മൃതശരീരമൊന്നും അങ്ങനെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ എവിടെ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നു, അതിൻ്റെ മുകളിൽ എന്തൊക്കെ ഡിബ്രീസുകൾ കിടക്കുന്നു, ഈ ബോംബൊക്കെ വർഷിച്ച് അവിടെയൊക്കെ എല്ലാം യുദ്ധഭൂമിയായി കിടക്കുന്നതാണ്. 737 ദിനങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. പിന്നെ ഇത് 2 വർഷത്തിൽ കൂടുതലായല്ലോ. അപ്പം ഈ യുദ്ധത്തിൽ അതും നിസ്സാര യുദ്ധമായിരുന്നില്ല. ഭയങ്കരമായ ബോംബ് വർഷം കൊണ്ട് ഏതാണ്ട് തീപ്പെട്ടിക്കൂട് വെച്ച പോലെ നിറഞ്ഞിരുന്ന ഗാസ നഗരം ഇന്ന് ശവപ്പറമ്പ്, തരിശുഭൂമി ഒക്കെ ആയിട്ടിങ്ങനെ ചിതറി കിടക്കുകയാണ്. അവിടെ മുഴുവൻ നമ്മളൊരു വലിയ ഒരു കോൺക്രീറ്റ് വനത്തിനെ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തിയാൽ എങ്ങനെ ഇരിക്കും, അതേപോലത്തെ അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത്. എനിക്കൊന്ന് ഈ ട്രംപിന് നേരത്തെ പറയുകയുണ്ടായല്ലോ, ഗാസ നോട്ടമുണ്ട്, അവിടെ ഉള്ളവരെ മുഴുവൻ ഒഴിപ്പിച്ചിട്ട് ഗാസയ്ക്ക് വേറൊരു മുഖം ഉണ്ടാക്കുക, ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഉണ്ടാക്കുക എന്ന് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ടാകും അങ്ങനെ ഒരു ഇതിപ്പോൾ അറേബ്യൻ രാഷ്ട്രങ്ങൾ കൂടെ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് ട്രംപിന് പൂർണ്ണമായും അത്തരത്തിലൊരു ഇടപാടിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എന്തായാലും കുറേ നാൾ ഗാസയെ അദ്ദേഹം കയ്യിൽ വയ്ക്കും. ഈ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ടെക്നിക്കൽ അതോറിറ്റിയുടെ കയ്യിലേക്ക് ഈ കാര്യങ്ങളൊക്കെ മാറും. അതിൻ്റെ അധിപൻ ട്രംപ് തന്നെയായിരിക്കും. ട്രംപിന് താഴെ ടോണി ബ്ലെയറും ഒക്കെ ആയിട്ട് ഒരു ടീം അവിടെ ഉണ്ടാകും. ആ ടീമിൽ ഹമാസിന് യാതൊരു പ്രാതിനിധ്യവും കാണുകയില്ലെന്നാണ് പറയുന്നത്. ഹമാസ് അതിന് തയ്യാറുമല്ല. ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം, പാലസ്തീൻ്റെ വക്താക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളാണ് ഇതിൻ്റെ പ്രാതിനിധ്യം എടുക്കേണ്ടതെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പ്രധാന പ്രതിസന്ധികൾ. അത് ഇന്ന് ഷാമേൽ ഷെയ്ഖിൽ അവിടെ ഇസ്രായേലിൻ്റെ ഈജിപ്തിൻ്റെ ഭാഗത്ത് നടക്കുന്ന ആ ചർച്ച, പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങളിലെ പ്രമുഖർ വന്നുകൊണ്ടുള്ള ചർച്ച, ഈജിപ്തിൽ നടക്കുന്ന പീസ് ഉച്ചകോടി, സമാധാന ഉച്ചകോടിയിൽ അതൊക്കെ ഉരുത്തിരിയേണ്ടതുണ്ട്. ഗാസ എങ്ങനെയാകും, ഇസ്രായേൽ എങ്ങനെ അതിന് നിലകൊള്ളണം എന്നൊക്കെ സംബന്ധിച്ചുള്ളൂ. എന്തായാലും ഇസ്രായേലും വളരെ സൂക്ഷിച്ചാണ് നീങ്ങുന്നത്. അപ്പോൾ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു വിരാമം മാത്രമായിരിക്കാം. കാരണം ഒരു അനിശ്ചിതത്വം ഉണ്ടാകുമല്ലേ? തീർച്ചയായിട്ടും വലിയ അനിശ്ചിതത്വമുണ്ട്. കാരണം പ്രതീക്ഷിച്ച പോലുള്ള കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ ഇപ്പോൾ 20 പരിപാടിയിലെ ഒന്നാമത്തേത് വെടിനിർത്തലായിരുന്നു, രണ്ടാമത്തേത് ബന്ദികളെ കൈമാറലായിരുന്നു. അത് തുടക്കമിട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസിൻ്റെ നിരായുധീകരണം. അതിനവർ തയ്യാറായിട്ടില്ല. അവർ മാളങ്ങളിൽ ഒളിച്ചിരുന്ന ഹമാസ് ഗുണ്ടകൾ ഇപ്പം രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് തോക്കുമായിട്ട്. എന്നിട്ട് അവരവിടെ മുഴുവൻ ഭീതി പരത്തിക്കൊണ്ട് നടക്കുകയാണ്. സാധാരണ ജനങ്ങളെപ്പോലും അവർ ഗാസയിലെ ജനതയെ, ഇത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന ജനതയെ വീണ്ടും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ആരെങ്കിലും ഇസ്രായേലിന് അനുകൂലമായി മുമ്പൊക്കെ പ്രസ്താവനകൾ ഇറക്കുകയോ അല്ലെങ്കിൽ അവർ അനുകൂലമായ രീതിയിൽ ചില സിഗ്നലുകൾ കാണിക്കുകയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി വകവരുത്താനായിട്ടാണ് അവർ നടക്കുന്നത്. പലരെയും പീഡിപ്പിച്ചു, ചിലരെയൊക്കെ വകവരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകം അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ തേർവാഴ്ച തന്നെയാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത്. അത് പീസ് കീപ്പിങ്ങിന് വളരെ ദോഷകരമാവും. പക്ഷേ എന്തായാലും ഇസ്രായേൽ ഇപ്പം ഒരടിക്ക് തയ്യാറാകാതെ മാറി നിൽക്കുന്നത് ഈ 20 ബന്ദികളെയും തങ്ങളുടെ കൈവശം കിട്ടുക എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എങ്ങനെ പെരുമാറുമെന്നുള്ളത് പിന്നെയും കണ്ടറിയേണ്ടതാണ്. ഇത് രണ്ടുപേരും, ഹമാസിൻ്റെ നിരായുധീകരണവും ആ നിരായുധീകരണവും അവരുടെ മര്യാദയ്ക്കുള്ള പിന്മാറ്റവും ഉണ്ടായില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണവും എങ്ങനെയായിരിക്കും
പ്രതികരണവും എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു വൈതരണി. ഇപ്പോൾ ഏത് ഉച്ചകോടി നടന്നാലും, ഫ്രഞ്ച് പ്രസിഡന്റ് വന്നാലും, ഇറ്റാലിയൻ പ്രധാനമന്ത്രി വന്നാലും, എർദോഗൻ വന്നാലും, ഇപ്പോൾ ഗുട്ടറസ് വന്നാലും ഒക്കെ, അല്ലെങ്കിൽ ട്രംപിൻ്റെ അധ്യക്ഷതയിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് ഇമാനുവൽ മാക്രോണൊക്കെ വന്ന് വലിയ പ്രസംഗം നടത്തുമായിരിക്കും. ഉച്ചകോടി അവിടെ തകർത്ത് നടക്കും ഈജിപ്തിൽ. പക്ഷേ അതുകൊണ്ട് കാര്യമായോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ UK പ്രധാനമന്ത്രി പോയിട്ടുണ്ട്, കീർ സ്റ്റാമർ. അദ്ദേഹവും വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് പോയിരിക്കുന്നത്. നമ്മുടെ നരേന്ദ്രമോദിയെ വിളിച്ചു. അപ്പോൾ അല്പം വൈകിയാണ് അവർ വിളിച്ചത്. മറ്റുള്ളവരെയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ച എങ്ങോട്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പോകുന്നില്ല. പകരം അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയെ അങ്ങോട്ടേക്ക് അയക്കുന്നു. വിദേശകാര്യ മന്ത്രിയെ പോലും അയക്കുന്നില്ല, സഹമന്ത്രിയെ അയച്ചിട്ട് ഇച്ചിരി വൈകി വന്നതല്ലേ, അതുകൊണ്ട് ഇച്ചിരി കുറഞ്ഞൊരാൾ അവിടെ ചെന്ന് തൽക്കാലം ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് നിൽക്കട്ടെ എന്ന് പ്രധാനമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രിക്കും ഇതിലൊന്നും വലിയ ശുഭാപ്തി വിശ്വാസം ഇല്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു സഹമന്ത്രി അയക്കാൻ വഴിയില്ല. കാരണം അത് ഒരു മെസ്സി അറ്റ്മോസ്ഫിയർ ആണെന്ന് നരേന്ദ്രമോദിക്ക് സംശയമുണ്ടെന്നുള്ളതാണ് അതിൽ നിന്നും സൂചിപ്പിക്കുന്നത്. ഇത് പൂർണ്ണമായി അവിടെ ചെന്ന് തലയിട്ടിട്ട് പൂർണ്ണമായിട്ടും ഇത് വിജയിക്കുന്ന ഒരു പരിപാടി ആയില്ലെങ്കിൽ വെറുതെ ഇന്ത്യക്ക് നാണക്കേട് ഉണ്ടാക്കാൻ ഞാനെന്തിനു പോകുന്നു എന്ന് കൂടി അദ്ദേഹം ചിന്തിച്ചിരിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. കാരണം ഇതിൻ്റെ ഔട്ട്കം അത്ര ഇപ്പോൾ പറയാറായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.